ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അദ്വൈത ദീപികയിൽ 7-ാമത്തെ ശ്ലോകം നമ്മൾ നോക്കുമ്പോൾ ഗുരു അതിൻ്റെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നത് മൃത്ത്, മണ്ണും ആ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന രൂപങ്ങളും ആ രൂപം മാറുന്നതനുസരിച്ച് ഉണ്ടാകുന്ന നാമങ്ങളും. നമ്മളുടെ ഉപനിഷത്തിൽ, ഛാന്തോക്യ ഉപനിഷത്തിൽ ആണ് 9 ഉദാഹരണങ്ങൾ തത്വമസിയെക്കുറിച്ച് ഉദ്വാലക മഹർഷി ശ്വേതകേതുവിനോട് പറയുമ്പോൾ, ഉപദേശിക്കുമ്പോൾ, അതിലൊന്ന് ഈ മണ്ണിനെ കുറിച്ചാണ്. മൃത്തികത്തേവ സത്യം. അപ്പോൾ ഇവിടെ ഗുരുവും അത് തന്നെയാണ് എടുത്ത് സൂചിപ്പിക്കുന്നത്. കുലാലൻ, ഈ മൺപാത്രം ഉണ്ടാക്കുന്ന ആൾ, അയാൾ ഈ മണ്ണുകൊണ്ട് അയാളുടെ പ്രതിഭയ്ക്കനുസരിച്ച്, അയാളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് അയാൾ ഓരോ ശില്പങ്ങൾ ഉണ്ടാക്കുകയാണ്. നമ്മൾക്കാണ് അത് കലവും കുടവും അതൊക്കെ ആയിട്ട് തോന്നുന്നത്. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അയാൾ ചെയ്യുന്ന, ഈ മണ്ണിൽ ചെയ്തെടുക്കുന്ന ശില്പങ്ങളാണ്. ശില്പങ്ങളായിരിക്കുമ്പോൾ തന്നെ അതിൽ ഓരോ പേരുകൾ കൊടുക്കുകയാണ്. അയാൾ കൊടുക്കുന്ന പേരുകളാണ്, നമ്മളാരും കൊടുക്കുന്ന പേരൊന്നുമല്ല. അയാളിടുന്ന പേര് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഈ പാത്രങ്ങളിങ്ങനെ കാണുമ്പോഴും അത് മണ്ണ് മാത്രമാണ്. അത് ഉടഞ്ഞു പോയാലും മണ്ണ് മാത്രമാണ്. അപ്പം മണ്ണ് മാത്രമാണ് സത്യം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. എപ്രകാരമാണോ സ്വർണം, ആ സ്വർണത്തിൽ നമ്മൾ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത്, അപ്പോഴും അതിന് നാമരൂപങ്ങളൊക്കെ ഉണ്ട്. സ്വർണം ഒടിഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ള കലം പോലെ പൊട്ടിപ്പോകത്തില്ല. പക്ഷേ അതിനെ നമുക്ക് ഉരുക്കി വേറെ രൂപങ്ങളൊക്കെ ആക്കാം. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഉരുക്കി കഴിയുമ്പോൾ ഈ നാമരൂപങ്ങളെല്ലാം ഇല്ലാതാകുകയാണ്. അതുണ്ടാക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം സ്വർണം മാത്രമാണ് സത്യം, മറ്റ് എല്ലാം അസത്യമാണ്. അപ്പം നാമരൂപങ്ങളായി കാണുന്നത്, ആ നാമരൂപങ്ങൾ എന്ന് പറയുന്ന ഭാവങ്ങളാണ് അസത്യമായിട്ടുള്ളത്. സത്യമായിട്ടുള്ളത് അതിൻ്റെ മണ്ണ് മാത്രം, അല്ലെങ്കിൽ സ്വർണം മാത്രമാണ്. അപ്പം അതുപോലെ ഇവിടെയും നമ്മൾ എന്താണ് കാണേണ്ടത്? ഈ വിവിധങ്ങളായിട്ടുള്ള നാമരൂപങ്ങൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ സത്തയായിരിക്കുന്നത് ആ ചൈതന്യമാണ്. ചൈതന്യം ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ഈ നമ്മുടെ ഉള്ളിലും കുടികൊള്ളുന്ന, സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതുള്ളത് കൊണ്ടാണ് മറ്റെല്ലാം നമുക്കിങ്ങനെ കാണുവാനും സാധിക്കുന്നത്, അനുഭവിക്കാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കാണുന്നതൊക്കെ ഈ രൂപത്തിൽ സത്യമാണ് എന്ന് പറയുകയാണ്. ഇപ്പോൾ ബ്രഹ്മം മാത്രമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ് എന്ന് മഹർഷി പണ്ടേ അതിങ്ങനെ സൂചിപ്പിച്ചു. മിഥ്യ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. എപ്രകാരമാണോ ഒരു മണ്ണിൽ നിന്ന് ഒരു കുലാലൻ കുടങ്ങളും കലങ്ങളും ഒക്കെ ഉണ്ടാക്കുമ്പോഴും മണ്ണിന് രൂപാന്തരമൊന്നും സംഭവിച്ചിട്ടില്ല. അതിന് ഒരു ഷേപ്പ് മാറ്റി മണ്ണിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ വേറൊരു രൂപത്തിലേക്ക് ആക്കി എന്നുള്ളതല്ലാതെ മണ്ണ് ആത്യന്തികമായിട്ട് മാറിയിട്ടില്ല. അതേപോലെ തന്നെയാണ് ഈ ചൈതന്യം, ഈ സത്ത അല്ലെങ്കിൽ ഈ സത്ത് മാറാതെ ഈ രൂപങ്ങളായിട്ട് കാണുന്നു. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണമേവ അവശിഷ്ടം. അപ്പോൾ പൂർണ്ണത്തിൽ നിന്ന് എത്രമാത്രം എടുത്താലും എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇല്ലാത്ത സ്ഥലത്തേക്ക് നമുക്കൊരു പൊരുൾ എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം പിന്നെ എവിടേക്ക് ആരെടുക്കും? അപ്പം അത് സൂക്ഷ്മമായിട്ടുള്ള, ആത്യന്തികമായിട്ടുള്ള ഒരു തലത്തിലെ ചർച്ചയാണ്. അതിനു മുൻപ് വരെ നമുക്ക് ഈ അജ്ഞാനം, അറിവില്ലായ്മ ഉള്ളിടത്തോളം കാലം നമ്മൾ വിചാരിക്കും ഇവിടെ ഈശ്വര ചൈതന്യം കുറവാണ്, മറ്റു സ്ഥലത്ത് ഈശ്വര ചൈതന്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ പരക്കം പായാണ്
എവിടെ പോയാലാണ് നമുക്ക് ഒരു സമാധാനം ഉണ്ടാകുക? ഏത് ദേവതയാണ് ഏറ്റവും കൂടുതൽ ശക്തി ഉള്ളതായിട്ട് കാണുന്നത്? അങ്ങനെയൊന്നുമില്ല. എല്ലാ സ്ഥലത്തും ഒരേപോലെ നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. മനുഷ്യൻ്റെ മനസ്സാണ് എല്ലാത്തിനും കാരണമായിട്ട് നിൽക്കുന്നത്. ഉദ്ധരേതാത്മനാത്മാനം എന്നൊക്കെ ഗീതയും പറയും. അപ്പോൾ ഈ മനസ്സിനെ ബലപ്പെടുത്തി അതിൻ്റെ ഉണ്മയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളിരിക്കുമ്പോൾ നമ്മളെ ഭയം നമ്മുടെ അടുത്ത് വരില്ല. നമുക്കൊരിക്കലും ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരില്ല. നമ്മൾ അമൃതസ്യ പുത്രാഹ, നമ്മൾ ആ അമൃതത്വത്തിൻ്റെ ആനന്ദത്തിൻ്റെ അരുമക്കിടാങ്ങളാണ് എന്നുള്ള ആ തിരിച്ചറിവിലേക്ക് നമ്മൾ ഉണരുകയാണ്. അങ്ങനെ നമ്മൾക്ക് ഉണരുവാൻ സാധിച്ചാൽ ഈ ജന്മം കൃതകൃത്യമായി എന്നാണ് ഗുരു സൂചിപ്പിക്കുന്നത്. അതിന് ഗുരു പല പല ഉദാഹരണങ്ങൾ നൽകുകയാണ്. ഉദാഹരണങ്ങളല്ല സത്യം, മറിച്ച് അത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയാണ് സത്യം. ഈ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. നമസ്കാരം.